ഒരു തിരുനാൾ കുർബാനയ്ക്ക് പ്രസംഗിക്കാൻ പോയപ്പോൾ തിരുനാൾ കുർബാന ചൊല്ലിയത് അവിടെ നേരത്തെ ഇരുന്ന് പോയ വികാരിച്ചനായിരുന്നു. അപ്പോൾ അച്ഛൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ അവിടെയുള്ള ഇടവക്കാരായ ചെറുപ്പക്കാരെ അഭിനന്ദിച്ചു. സംഭവം ഇതാണ്, അച്ഛൻ്റെ സമയത്ത് അച്ഛൻ അവിടെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ഇടവക അതിർത്തിയിലൊരു വീട്ടിൽ പ്രാർത്ഥന തുടങ്ങി. അപ്പോൾ അവർ മാതാവിനൊക്കെതിരെ സംസാരിക്കുന്നൊരു ഗ്രൂപ്പായിരുന്നു. അപ്പോൾ ഇടവകയിൽ ചില ആൾക്കാരൊക്കെ പതുക്കെ ആ പ്രാർത്ഥനയിൽ ഇങ്ങനെ പങ്കെടുക്കാൻ പോകുന്നു അച്ഛൻ അറിഞ്ഞു. അപ്പോൾ അച്ഛൻ യൂണിറ്റുകളിൽ പോയി സംസാരിച്ചു, അവരോട് പറഞ്ഞു ഇത് അപകടമാണെന്നൊക്കെ അവരെ ഓർമ്മപ്പെടുത്തി. അപ്പോൾ ഇടവകയിലെ കുറച്ച് ചെറുപ്പക്കാർ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇത്തിരി ദേഷ്യത്തോട് പറഞ്ഞു, അച്ഛാ ആ വീട് അങ്ങോട്ട് തല്ലിപ്പൊളിക്കട്ടെ എന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ തല്ലിപ്പൊളിക്കാനൊന്നും പോകണ്ട, നിങ്ങൾ നമ്മുടെ ആൾക്കാരെ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഇടവകക്കാരുടെ വിശ്വാസം സംരക്ഷിക്കേണ്ടത് ഒരു വികാരിച്ചിൻ്റെ അവിടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം തന്നെയാണ്, തീർച്ചയാണത്. അതുതന്നെയാണ് ഇന്നത്തെ ഗോസ്പലിൽ പുരോഹിത പ്രമുഖരും ജനപ്രമാണികളും ചെയ്തത്. കാരണം അവർ നോക്കുമ്പോൾ ഗലീലിയിൽ നിന്ന് വന്നൊരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരിങ്ങനെ പ്രസംഗിക്കുന്നു, ആ ചെറുപ്പക്കാരൻ്റെ കൂടെ കുറേ പേര് കൂടുന്നു, ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് സൗഖ്യങ്ങളൊക്കെ അവർ കിട്ടുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ രാജാവിനെതിരെ പോലും സംസാരിക്കുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് ദേവാലയത്തിൽ ഒരു ദിവസം കയറി വന്നിട്ട് അവിടെ കച്ചവടം നടത്തുന്ന ആൾക്കാരൊക്കെ പിടിച്ച് പുറത്താക്കുകയാണ്. പിന്നെ അവിടെയുള്ള പുരോഹിതരോടും നിയമജ്ഞരോടൊക്കെ തർക്കിക്കുന്നു, അവരെ വളരെ ആർഷായിട്ട് വിമർശിക്കുന്നു. അപ്പോൾ ആ ഇടവക അല്ലെങ്കിൽ ആ ദേവാലയം സംരക്ഷിക്കേണ്ട ചുമതല പുരോഹിതർക്കുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് അവർ ഈശോയോട് ചോദിച്ചത്, നീ എന്ത് അധികാരത്തിലാണ് ചെയ്യുന്നത്, നിനക്ക് ആരെ അധികാരം തന്നേ? അവരങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താ? അത് ഈശോയാണെന്നും അത് ദൈവം അയച്ചതാണെന്നും അത് ദൈവത്തിൻ്റെ മകനാണെന്നും അവർ തിരിച്ചറിഞ്ഞില്ല. ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, ഇന്നും ദൈവത്തിൻ്റെ മനുഷ്യരെ ലോകത്തിലേക്ക് അയക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്വരം പറയാൻ വേണ്ടി അയക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അത് തിരിച്ചറിയുന്നുണ്ടോ? എത്രയോ ശബ്ദങ്ങൾ അത് തെറ്റാണെന്ന് പറഞ്ഞ് നമ്മൾ നിശബ്ദമാക്കിയിട്ടുണ്ടെന്ന് ചിന്തിക്കണം. ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാനും ദൈവത്തിൻ്റെ വിപ്ലവങ്ങൾ പറയുന്ന മനുഷ്യരെ മനസ്സിലാക്കാനും കൃപ വേണം.